നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ എല്ലാ അവസരങ്ങൾക്കായും നന്ദി അറിയിക്കുന്നു. പക്ഷെ എനിക്ക് ഇതിന് വളരെ അനുഗ്രഹമായ രീതിയിൽ വചനങ്ങൾ അറിയിച്ചു. ഫസ്റ്റ് ഇച്ചിരൂടെ ഓളിയും കൂട്ടാവോ? ഓക്കെ. താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത നിങ്ങൾക്കും എല്ലാ അവരുടെ ശുശ്രൂഷകളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ഇതിലേക്ക് പരിചയപ്പെടുത്തിയ നേരിടം എല്ലാവരോടുമുള്ള സ്നേഹവന്ദനത്തെ കർത്താവിൽ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ എല്ലാം നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹമുണ്ടെന്ന് കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ ദൈവം ഒരുക്കി തന്ന വലിയ പദ്ധതികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കും. ദൈവം നമ്മളെ ഒത്തിരി ബ്ലെസ് ചെയ്യാൻ പോവാണ്. നമ്മെ കർത്താവ് നമ്മളോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളെല്ലാം നമ്മളിൽ നിവൃത്തിയാകാൻ പോവാണ്. നമ്മൾ ഇപ്പൊ ഇത്രയും സമയം വരെ നമ്മൾ ദൈവവചനത്തിൽ നിന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അതെല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായി മാറട്ടെ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ. ഇന്ന് നമുക്ക് വചന ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ ഒരു ഉപമ പറഞ്ഞത്. ഇന്ന് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് 18-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രാധാന്യമായ ഒരു ഘടകമുള്ളത് പ്രാർത്ഥനാ ജീവിതമാണ്, അല്ലെങ്കിൽ ലൈഫാണ്, ഒരു ജീവിതമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഷ്ടത വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്നവരായിട്ടല്ല. അവിടെ കർത്താവ് പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതായത് ഏത് കാലഘട്ടങ്ങളിലും ഏത് സമയത്തും ഏത് സമയത്തും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അതിന് ഇന്നൊരു സമയമെന്ന് പറഞ്ഞ് ക്രമീകരിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കും. ഇന്ന ഒരു സമയം മാത്രമേ പ്രാർത്ഥിക്കാവൂ, അല്ലെങ്കിൽ ഈ സമയം മാത്രമേ ദൈവസന്നിധിയിൽ ഇരിക്കാവൂ എന്നൊരു രീതി അവിടെ ഇല്ല. ഏത് സമയത്തും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, മറ്റ് പല മതാനുഷ്ഠാനങ്ങളിലും ഒക്കെ അവരുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പലപ്പോഴും സമയമുണ്ട്. അവിടെ ആരാധനയ്ക്ക് പലപ്പോഴും സമയക്രമങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്കകത്ത് സമയക്രമമോ സമയത്തിൻ്റെതായ ഇന്ന സമയം മാത്രമേ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ജീവിതം അതൊരു പ്രാർത്ഥന ലൈഫ് ആകണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വലിയ മഹത്വം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഗ്ലോറി നിങ്ങളുടെ മേൽ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിലൂടെ കാണാൻ കഴിയും. ഇവിടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നതിന് കർത്താവ് ഒരു ഉപമ കൈമാറുകയാണ്. ആ ഉപമ കൈമാറുമ്പോ വളരെ ശക്തമായിട്ടൊരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ തക്ക നിലകളിൽ പെട്ടെന്ന് നമുക്ക് ആ കാര്യത്തെ ഒബ്സർവ് ചെയ്യാൻ പാകത്തിന് ഒരു ഉപമ കർത്താവ് പറയുക. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ നാളത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുക കൊണ്ട്
ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല. വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവർ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ വളരെ ശക്തമായ ഒരു വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു വിധവയായ സ്ത്രീ, അവൾക്ക് ആശ്രയിപ്പാൻ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. അവൾക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ആ പ്രതിയോഗിയുടെ മുമ്പിൽ നിൽക്കുവാൻ അവൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കാരണം ആവശ്യം അവളുടേതാണ്. പ്രതിയോഗിയെ വളരെ അസഖ്യപ്പെടുത്തുമ്പോ അവൾക്ക് പറയാൻ ഒരാളെ ഉള്ളൂ. അത് ആരെന്നറിയാമോ? ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയും ഇല്ലാത്ത പട്ടണത്തിലെ ന്യായാധിപന്റെ അടുക്കലേക്ക് പോകാൻ അവൾക്ക് ശങ്കയില്ലായിരുന്നു, അവൾക്ക് മടിയില്ലായിരുന്നു. അവൾ ഓടി അവൾ അവളുടെ കാര്യം പറയാൻ അവൾ കുറെ കാലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കാരണം അവൾക്കൊരു വിഷയത്തിനൊരു മറുപടി ഉണ്ടാകണം. പ്രതിയോഗി അവളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. പ്രതിയോഗിയായി നിൽക്കുന്ന വ്യക്തി മാറിപ്പോകണം. ഇതാണ് അവിടെ പ്രധാനപ്പെട്ട വിഷയം. കേൾക്കുന്ന പ്രിയപ്പെട്ട, നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പലതിനെ പലതും നമുക്ക് കർത്താവേ ഇതും എന്റെ മുമ്പിൽ നിന്ന് മാറ്റി തരണമേ എന്ന് നമ്മൾ പലതിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളുടെ ലൈഫിനകത്ത് എന്തൊക്കെ തടസ്സങ്ങളാണോ, എന്തൊക്കെ പ്രതിസന്ധികളാണോ ശത്രു നിങ്ങളെ പ്രതിയോഗിയായവൻ കൊണ്ടിട്ടേക്കുന്നത്, അതിനെ ദൈവാത്മാവിന്റെ ശക്തിയാൽ അതിനെ കർത്താവ് നിർമൂലമാക്കുന്നു. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന മേഖലകൾക്കകത്തിരുന്ന് നിങ്ങൾ ആത്മാവിൽ സ്തോത്രത്തിനും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ, പ്രാർത്ഥനയിൽ കണക്ട് ചെയ്തുകൊണ്ടിരുന്നാട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായത് ദൈവാത്മാവ് ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ പ്രതിയോഗിയെ നിന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ചിലത് നിങ്ങളെ മുന്നോട്ട് വിടാതെ വണ്ണം തടയുന്ന ചില മേഖലകളുണ്ട്. അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ പലപ്പോഴും നിങ്ങളെ അതിലേക്ക് കയറ്റാതെ വണ്ണം നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന ചില മേഖലകളുണ്ട്. എന്നാൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് സ്ഥിരത കാണിക്കാൻ നിങ്ങൾ കഴിയുമെങ്കിൽ, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ദൈവാത്മാവ് അതിനകത്ത് അസാധാരണമായത് ചെയ്യുമെന്ന് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് കൈമാറുകയാണ്. അവൾ ന്യായാധിപന്റെ അടുക്കലേക്ക് പോയി. ന്യായാധിപൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ന്യായാധിപന്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ ദൈവത്തെ ആരാധിക്കുന്നവരല്ല, ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരല്ല, ദൈവത്തെ ഭയവുമില്ല. അതുകൊണ്ട് ഒരു വിഷയവുമായിട്ട് ഒരു വ്യക്തി ചെന്നാൽ അത് പരിഹരിക്കപ്പെട്ടു കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അടുത്തൊരു കാര്യം, മനുഷ്യന് ശങ്കയുമില്ല. അപ്പൊ മനുഷ്യന് ഒരു തരത്തിലും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഈ വിധവയായ സ്ത്രീ എന്നും പോയി അസഖ്യപ്പെടുത്തുന്നത് കണ്ടപ്പോ അവന്റെ ഉള്ളത്തിലൊരു തോന്നലുണ്ടായി, ഇവളെന്നെ അടിക്കാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ നോക്കിയാൽ വിധവ ഒരിക്കലും ന്യായാധിപനെ അടിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അവൾ അങ്ങനെ ചെയ്യാനൊരു സാധ്യതയില്ല. പക്ഷേ ഉള്ളത്തിൽ തോന്നുകയാണ്. കാരണം അവൾ കണ്ടിന്യൂസ് ആയിട്ട് അവന്റെ അടുക്കലേക്ക് പോവുക. അതുകൊണ്ടാണ് അവിടെ വിഷയത്തിനകത്ത് ആ ന്യായാധിപൻ ഇടപെട്ട് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്ന വ്യക്തി ആ കാര്യത്തെ ചെയ്തു കൊടുത്തത്. എന്നാൽ അടുത്ത് ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളായ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് ഒരു ആലോചന കൈമാറുക. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അപ്പോ രാപ്പകൽ പ്രാർത്ഥിക്കുക. അവിടെ പറയുന്ന ഒരു കാര്യം, തുടക്കത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ അടുത്തൊരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്ന, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാർക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലോ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് എന്നാ പറയുന്നത്. അപ്പൊ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് പറഞ്ഞത് യേശു കർത്താവാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോ അത് വചനമോട് സത്യമായിട്ട് അവിടെ വെളിപ്പെടും. നിങ്ങൾ ഈ വചനം നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായ വിടുതലായി മാറാൻ പോവാണ്. നിങ്ങൾ രാപ്പകൽ ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ വിഷയം വേഗത്തിൽ നടക്കാൻ പോവാ.
ഹല്ലേലൂയ. വേഗത്തിൽ നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാകും. താമസിച്ചെന്ന് കരുതുന്നതിനെല്ലാം കർത്താവ് വേഗത്തിൽ മറുപടി നൽകും. നിങ്ങളുടെ ഹാലലി പ്രാർത്ഥന ഹാലലുയ ജീവിതം ഒന്ന് ഹാലലുയ വലിയ രീതിയിൽ ഒന്ന് വലിയ രീതിയിൽ ഒന്ന് മുന്നേറട്ടെ. ശക്തമായിട്ടൊന്ന് പ്രാർത്ഥനാ ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് കയറട്ടെ. നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കുവാൻ, അസാധാരണമായി പ്രാർത്ഥിക്കുവാൻ, അസാധാരണമായി ദൈവവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട നിലകളിൽ നിങ്ങളുടെ പ്രാർത്ഥന ലൈഫുകൾ ചേഞ്ച് ആകട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ ആയിരിക്കുന്ന മേഖലകൾക്കകത്ത് തന്നെ ഒരു ഗ്ലോറിയസ് സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന പ്രാർത്ഥന മുറിക്കകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഹാളിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സെപ്പറേറ്റ് റൂമിനകത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന എവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്ന അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇറങ്ങി നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുക. ഹാലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തല്ല പരിശുദ്ധാത്മാവിന്റെ സാധാരണമായ ഒരു കരം ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോ ഒത്തിരി പഴയ നിയമ ഭക്തന്മാരുടെ പ്രാർത്ഥനകളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അബ്രഹാം മുതൽ യാക്കോബ്, ഇസ്ഹാക്ക് ഒക്കെ അവരുടെ പ്രാർത്ഥനയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥനകളെല്ലാം ഒരു വ്യത്യസ്ത തലത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഹാലലൂയ അവരുടെ അരികിലേക്ക് വിളിച്ചുറക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അവരുടെ പ്രാർത്ഥന. യാക്കോബ് യാബോക്ക് എന്ന കടവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരവിടെ നിൽക്കുമ്പോ അവിടെ ഹാലലൂയ ദൈവം അവന്റെ അരികിൽ ഇറങ്ങി വരികയാണ്. പിന്നെ അവൻ നേരിട്ടാണ് പ്രാർത്ഥന. അവൻ ഹാലലൂയ ആത്മാവിലല്ല പ്രാർത്ഥന, അവൻ നേരിട്ടാണ് പ്രാർത്ഥന. നിങ്ങളൊന്ന് നോക്കിയേ, ആ യാബോക്ക് എന്ന കടവിൽ യാക്കോബ് നിൽക്കുന്നത് മല്ല് പിടിച്ചുകൊണ്ട് ഒരുവൻ അവിടെ നിൽക്കുന്നുണ്ട്. അത് ദൈവപുത്രൻ, അല്ലെങ്കിൽ അത് ദൈവമാണ് അവിടെ നിൽക്കുന്നത്. അവൻ ദൈവമായിട്ട് മല്ല് പിടിക്കുക, അതായത് നേരിട്ടൊരു ഇന്ററാക്ഷൻ. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയല്ല, അവന്റെ അരികിൽ ദൈവം വന്ന് നിൽക്കുകയാണ്. യാക്കോബിനോട് എന്തോ സംസാരിക്കാൻ വന്നതാണ്, യാക്കോബിന് എന്തോ കൈമാറാൻ വന്നതാണ്. പക്ഷേ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടത്തില്ല. അതായത് അനുഗ്രഹിച്ചല്ലാതെ വിടത്തില്ലെന്ന് പറയാൻ കാരണം അനുഗ്രഹിക്കുന്നവനാ കൂടെ നിൽക്കുന്നത്. അനുഗ്രഹിക്കുന്നവനാ കൂടെ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന യേശു കർത്താവ്, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന യേശു കർത്താവ്, അവൻ അനുഗ്രഹിക്കുന്ന കർത്താവാണ്. അവൻ നിങ്ങളെ വഴി നടത്തുന്ന കർത്താവാണ്. അവൻ നിങ്ങളെ ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും അവരൊക്കെ നോക്കി നിൽക്കുമ്പോ നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തോടാ നിങ്ങൾ ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെ ഒത്തിരി പേർ മാറ്റി നിർത്തി എന്ന് വരാം. നിങ്ങളെ ഒത്തിരി പേർ തള്ളി നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല, നീ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് നിനക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, നീ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് നിനക്കൊരു ഉയർച്ചയും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ മേഖലകളുണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ അനുഗ്രഹിച്ചല്ല അതിനെ വിടത്തില്ല. അവസാനം അവൻ അനുഗ്രഹിച്ചിട്ടൊക്കെ ദൈവം പോയത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ഇന്നും ഈ സമയം നിങ്ങളോട് വിളിച്ചു പറയാൻ എനിക്കൊരു ആലോചനയുണ്ട്. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് മാറ്റിമറിക്കും, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും. ഇന്ദുലേഖ സിസ്റ്ററിനോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളുടെ സ്പിരിച്വൽ കൊണ്ടുവരും പറയാൻ പറയാം. നിങ്ങളുടെ നിരയിൽ കർത്താവ് നിങ്ങളെ മുൻനിരയിൽ കൊണ്ടുവന്ന് നിർത്തും. മുൻനിരയിൽപ്പെടുന്ന ഒരു വ്യക്തി ദൈവ
നിങ്ങളെ എടുത്ത് ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ കൈമാറുക. ലാബ്രമോ എന്റെ ദൈവം വിഷം കാണിക്കുന്നുണ്ട്. അത് നിങ്ങളിങ്ങനെ ഒരു വേദിയുടെ മുൻനിരയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതായിട്ട് എന്റെ ദൈവാത്മാവ് കാണിക്കുന്നുണ്ട്. അതൊരു വലിയൊരു സ്റ്റേജ് പോലെ ദൈവത്തിന്റെ വചനം ഓർമ്മിക്കുന്നത് എന്റെ ദൈവാത്മാവിന്റെ വളരെ ശക്തമായി കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്ത മേഖലകളിലെല്ലാം സ്റ്റെപ്പ് വെക്കാൻ പോവാം. ഒരിക്കലും സാധ്യതയില്ലാത്ത സ്ഥലത്തിൽ എത്താറ് രാജ്ഞിയായി മാറ്റപ്പെട്ടതുപോലെ ഓർമ്മകൾ ആരുമില്ലാതെ വളർത്തപ്പെട്ട പെൺകുട്ടി മറ്റ് രാജ്യത്തിൽ അനേകം സുന്ദരിമാരായ സ്ത്രീകൾ ഉണ്ടായിരുന്നിട്ട് കന്യകമാർ ഉണ്ടായിരുന്നിട്ട് ദൈവം സെലക്ട് ചെയ്ത് മുൻനിരയിൽ നിർത്തിയത് എസ്തേറിനെയായിരുന്നു. അതുപോലെ മറ്റാരും ഉണ്ടായിരുന്നിട്ടല്ല, ദൈവത്തിന്റെ ഫേവർ ക്രിസ്ത്യന്റെ മേൽ ഉള്ളത് കൊണ്ട്, ദൈവം പ്രത്യേകിച്ച് തെരഞ്ഞെടുത്തത് കൊണ്ട്, ദൈവം വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് മുൻനിരയിൽ ദൈവാത്മാവ് മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവിന്റെ കൈമാറി. ഒരിക്കലും ഒന്നും ആകത്തില്ലെന്ന് പുറത്തേക്ക് വരത്തില്ലെന്ന് വെല്ലുവിളിച്ചിട്ട് വെല്ലുവിളികളെല്ലാം തരണം ചെയ്തുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ശിക്ഷനുണ്ട്. അതിലേക്ക് ദൈവാത്മാവിന്റെ ദൈവം മാറ്റും. പറയുന്നു കുടുംബത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് അരികിൽ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോ യേശാവ് ഓടി വരുന്നു. എന്തിനു വേണ്ടി കൊല്ലാനല്ല വന്നത്. അവനെ ആലിംഗനം ചെയ്ത് യാക്കോബൻ സ്വീകരിക്കേണ്ടി പോകുന്നത് ഒരു ദൈവിക സേവ അസാധാരണമായി പ്രതിയോഗിയെ അനുകൂലമാക്കി മാറ്റുന്നു. നീ ഇല്ലാതെ ഒരു അനുഗ്രഹം ഇല്ലെന്ന് പറയേണ്ടത്. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ, നീ എന്റെ വീട്ടിലുണ്ടെങ്കിൽ, നീ എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് അനുഗ്രഹമാണെന്ന് പറയത്തക്കതില്ല. ദൈവത്തിന്റെ സാധാരണമായി വെളിപ്പെട്ടുവെന്ന് പരിശുദ്ധാത്മാവാലോചന കൈമാറുക. വേദനകളിലും കണ്ണുനീര് വരുന്നു. വേദനകൾ കടത്തും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാൻ പോവുകയാണ്. കുറവാണേ. യേശുവിന്റെ നാമത്തിൽ വലിയ പ്രവൃത്തികളിൽ മലഹാരിലെ മേഖലയ്ക്കകത്ത് കർത്താവ് നടത്താൻ പോകും. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ചില തകർന്ന കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകത്തക്ക
നിലകളിൽ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നു. Praise the Lord. തകർന്ന കുടുംബങ്ങളെ പണിയുന്ന ഒരു ഹാലലൂയ ശുശ്രൂഷയുടെ തലം ക്രിസ്തുവിൽ കർത്താവ് കൈമാറുക. Amen. Praise God. കാലഘട്ടത്തിൽ ഹാലലൂയ കർത്താവ് ഉപയോഗിക്കുന്ന പ്രവാചക അഭിഷേകത്തോടെ Praise Jesus. കർത്താവ് നിർത്തുന്നത് പരിശുദ്ധാത്മാവിനോട് പറയാൻ പറ്റും. Hallelujah. നമ്മൾ വായിച്ചു വന്നത് പറഞ്ഞു വന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ എല്ലാത്തിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാനും നിങ്ങളെ പ്രാപ്തരാകേണ്ടതിന് സകലവും അല്ലെങ്കിൽ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. അല്ലെങ്കിൽ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. അപ്പോ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം പോകരുതെന്നൊരു നിശ്ചയദാർഢ്യം പലർക്കും അല്ലെങ്കിൽ നമ്മൾ കണക്ക് വെക്കാതെ അല്ലെങ്കിൽ കർത്താവിനെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളെ എത്ര സമയമാണ് ഉപയോഗിക്കുന്നത്, ആത്മനിയോഗം ഏതുവരെയാണ് ആ സമയം വരെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്, നമ്മളോട് വ്യക്തിപരമായി ദൈവത്തിന് ഇഷ്ടപ്പെടാനുണ്ട്, നമ്മളോട് വ്യക്തിപരമായി ചില ദർശനങ്ങളെ കാണിക്കാനുണ്ട്. ദൈവം നമ്മൾ ഒരു സമയം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ഹല്ലേലൂയ ആ സമയം ദൈവം നമ്മളോട് സംസാരിക്കാനുള്ള സമയമായിരിക്കും. നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഹല്ലേലൂയ 1 മണിക്കൂർ ആയാലേ ഇനി ഹല്ലേലൂയ കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ ഇനി വൈകുന്നേരത്താകട്ടെ, അല്ലെങ്കിൽ ഇനി രാത്രി ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും. എന്നാൽ അസാധാരണമായി ദൈവ സാന്നിധ്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതവിടെ പറയുന്നത് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. അപ്പോ ഒരു ദൈവ പൈതൽ സദാകാലത്തും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അവൻ ആ ദൈവീക മഹത്വത്തെയും ദൈവീക ദർശനങ്ങളെയും ദൈവീക അരുളപ്പാടുകളെയും പ്രാപിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അത് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അവൻ സദാകാലത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളെ ആത്മാവ് എപ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. അതാണ് റോമർക്കെഴുതിയ ലേഖനം 12-ാമത്തെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, കഷ്ടതയിൽ ശക്തത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, അതിൽ സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിനെന്നൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. റോമർ 12-13 വായിക്കുകയാണ്. അവിടെ പറയുന്നു കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം, അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയെ കുറിച്ച് മാത്രം പഠിപ്പിക്കുമ്പോ പ്രാർത്ഥന മാത്രം മതിയോ എന്ന് നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അല്ല, പ്രാർത്ഥന മാത്രം പോരാ. ഹല്ലേലൂയ. നേരത്തേക്ക് ഹല്ലേലൂയ സിസ്റ്റർ വചനം സന്ദേശിച്ചതുപോലെ വചന ധ്യാനം നമുക്ക് ആവശ്യമാണ്. ബൈബിൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും അത് ഹൃദ്യസ്ഥമാക്കുകയും അതിനകത്തുള്ള വിടുതലുകളെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. കാരണം യേശു കർത്താവ് വചനം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. യേശു കർത്താവ് വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് ഭയങ്കര ഗ്രേറ്റസ്റ്റ് വിടുതലാണ്. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ മധ്യസ്ഥ അണയ്ക്കാൻ നമ്മൾ ഹല്ലേലൂയ മിടുക്കരാണ്. അല്ലെങ്കിൽ നമ്മള് മധ്യസ്ഥമായി നമ്മൾ എത്ര വേണമെങ്കിലും വിഷയങ്ങളൊക്കെ ഒത്തിരി എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഒത്തിരി സമയം നമ്മൾ പ്രാർത്ഥിക്കുകയും ഒത്തിരി സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുകയും അനേക വിഷയങ്ങൾ അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു ചർച്ച ഉണ്ടെങ്കിൽ അവരുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ഒത്തിരി വിഷയങ്ങൾ, ഇങ്ങനെയൊക്കെ ഇതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ ഇത്രയും സമയം മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കുള്ള പ്രാർത്ഥനകൾക്കും എല്ലാം നമ്മൾ ഈ പ്രാർത്ഥന സമയം എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വചന ധ്യാനം പലപ്പോഴും നമ്മളെ ലൈഫിൽ നിന്ന് പലപ്പോഴും കുറച്ച് വെക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഒരു അധ്യായം വായിച്ചിട്ട് നമ്മളങ്ങ് മടക്കി വെക്കുക, അല്ലെങ്കിൽ 2 അധ്യായം വായിച്ചിട്ട് നമ്മളങ്ങ് മടക്കി വെക്കുക. എന്നാൽ പ്രാർത്ഥന പോലെ തന്നെ നമ്മൾ വചന ധ്യാനവും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് ഗ്രേറ്റസ്റ്റ് വിടുതൽ എന്ന് പറയുന്നത്. ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഇടത്താണ് ദൈവത്തിന്റെ അസാധാരണമായ വിടുതൽ വെളിപ്പെടുന്നത്. അതാണ് സങ്കീർത്തനക്കാരന്മാരെല്ലാം നിങ്ങളുടെ ന്യായപ്രമാണം
രാപ്പകൽ ധ്യാനിക്കുക അല്ലെ സിസ്റ്റർ. അത് ഹാലലി ആ പ്രാരംഭത്തിൽ ആ വചനം പറഞ്ഞാണ് പ്രാർത്ഥനയെ കുറിച്ചും ഇതെല്ലാം കണക്ട് ചെയ്ത സിസ്റ്റർ ഹാലലി ആ ദൈവാത്മാവിലെ ആലോചനകളെല്ലാം ഞാൻ എടുത്ത വിഷയമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ആ പ്രാരംഭ സമയത്തെല്ലാം സംസാരിച്ചത്. അതാണ് ആത്മാവിന്റെ ഹാലലൂയ ഹാലലി കണക്ഷൻ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ തന്നെ പ്രാർത്ഥനയെ കുറിച്ചും വചന ധ്യാനത്തെ കുറിച്ചും ഒക്കെയാണ് ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോ പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് എത്ര സമയങ്ങൾ നമ്മൾ എടുക്കുന്നു അതേപോലെ സമയങ്ങൾ വചനം ധ്യാനിക്കാനും കൂടെ എടുത്താൽ ഹാലലി വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവയത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോഴുണ്ടല്ലോ അസാധാരണമായ വിടുതൽ നിങ്ങളുടെ വീടിനകത്ത് കുടുംബത്തിനകത്ത് നിങ്ങളുടെ ശുശ്രൂഷകൾക്കകത്ത് അസാധാരണമായി വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതാണ് എഫെസ്യ ലേഖനം ഹല്ലേലൂയ പറയുന്നത്. റോമർക്ക് ലേഖനം പറഞ്ഞതുപോലെ നിങ്ങൾ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. ശരിയാണ്, ചിലർക്ക് കഷ്ടതയിൽ സഹിഷ്ണുതയുണ്ട്. പക്ഷെ പലർക്കും പ്രാർത്ഥനയിൽ ഉച്ചരിക്കാൻ പറ്റുന്നില്ല. പലർക്ക് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കാൻ പറ്റുന്നുണ്ട്, പ്രാർത്ഥനയിൽ ഉച്ചരിക്കാൻ പറ്റുന്നുണ്ട്. പലപ്പോഴും വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കാൻ പറ്റുന്നില്ല. ഇത് മൂന്നും പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ സൽക്കാരം ആചരിക്കാൻ പലർക്കും കഴിയുന്നില്ല. അപ്പോ ഹല്ലേലൂയ ഇങ്ങനെ പല മേഖലകളിൽ ഇങ്ങനെ വ്യത്യസ്ത ബന്ധം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കർത്താവ് പറയുന്നത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഇതിലെല്ലാം കർത്താവിൽ ചെയ്യണം. ഹല്ലേലൂയ. കഷ്ടത സഹിഷ്ണുത കാണിക്കണം, പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം, അതിൽ സൽക്കാരം ആചരിപ്പാൻ നമ്മൾ ശ്രമിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് വചന ധ്യാനങ്ങൾക്കകത്ത് അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി ഉണ്ടാകുന്ന അവിടെയാണ്. വെറുതെ പ്രാർത്ഥിച്ചു പോകലല്ല, വെറുതെ പ്രാർത്ഥിച്ച് മിണ്ടാതിരിക്കലല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് ഇതിന് മറുപടി തന്നേ പറ്റത്തുള്ളൂ, ഇതിന് ആ മറുപടി കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന രീതിയിൽ തന്നെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അതാണ് എഫെസ്യ ലേഖനം 6-18 വാക്യം വായിക്കുന്നത്. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിന് പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എഫെസ്യർ 6:18 പറയും സകല പ്രാർത്ഥന വേണം, സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം, ജാഗരിക്കണം, പൂർണ്ണമായി സ്ഥിരത കാണിക്കണം. ഇപ്പൊ 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 4 കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ്. സകല പ്രാർത്ഥനയാലും ഏതു നേരത്തും ആത്മാവിൽ ജാഗരിച്ചു അല്ലെ. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആത്മാവിൽ ജാഗരിക്കുന്നവരായി മാറും. ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ സിസ്റ്റർ അവിടെ ഹല്ലേലൂയ ആദ്യം പറഞ്ഞായിരുന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അതാണ് ഹല്ലേലൂയ 1 കൊരിന്ത്യർക്ക് ലേഖനം 14 വായിക്കുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ലല്ലോ എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുക. ഇത് പിശാചിന് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് പിശാച് പലപ്പോഴും സെൻസ് ചെയ്യാറുണ്ട്. അത് ഹല്ലേലൂയ അതിനെ പലപ്പോഴും ബ്ലോക്ക് ചെയ്യാറുണ്ട്. എന്നാൽ ആത്മാവിൽ സംസാരിക്കുന്ന അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ എന്ന് പ്രാർത്ഥിക്കുമ്പോ ഹല്ലേലൂയ ഇത് പിശാചിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പിശാചിന് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഹല്ലേലൂയ വ്യാഖ്യാനപരം ഉള്ള ഒരാൾക്ക് അതിനെ വ്യാഖ്യാനിക്കാനും പറ്റും. പക്ഷേ ഇത് പിശാചിനും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സ്വർഗീയ ഭാഷയാണ്. പുതുഭാഷകളെ കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ. ഏത് നേരത്തും ആത്മാവിൽ ചിലപ്പോ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ആത്മാവിൽ അന്യഭാഷയിൽ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രാർത്ഥിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചർച്ച് വരെയൊക്കെ അന്യഭാഷയിൽ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കും, അന്യഭാഷയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. പക്ഷെ നമ്മുടെ പലപ്പോഴും സ്പിരിച്വാലിറ്റി പല മേഖലയ്ക്കകത്ത് ഡൗൺ ആയതിന്റെ കാരണം, ആത്മീകത പലപ്പോഴും പല വ്യക്തികളിൽ കുറഞ്ഞതിന്റെ കാരണം പലരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരല്ല. ഞാൻ പലരെയും മനസ്സിലാക്കിയിട്ടുണ്ട്. പല സഭകളിലും ശുശ്രൂഷിച്ചുള്ളപ്പോൾ അവരെ ഈ ചർച്ച വരുമ്പോൾ മാത്രമേ അവർ അന്യഭാഷ പറയുന്നുള്ളൂ. ആരാധനയുടെ അല്ലെങ്കിൽ പാട്ടിന്റെ അവസാനം ഹല്ലേലൂയ മാത്രമേ അന്യഭാഷ പറയുന്നവരാണ് പലരും. വീട്ടിലെ സന്ധ്യപ്രാർത്ഥനയ്ക്കൊന്നും അന്യഭാഷ പറയുന്നത് പല സന്ധ്യപ്രാർത്ഥനകളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല.
അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പോലും പലരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നില്ല. എന്നാൽ കർത്താവ് പറയുന്നത് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കും, നിങ്ങൾ അത് മനുഷ്യരോടല്ല ദൈവത്തിൽ സംസാരിക്കുക അത്രേ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ നിങ്ങൾ അന്യഭാഷയിൽ ഇതുവരെ പ്രാർത്ഥിക്കാത്ത ഒരാളാണെങ്കിൽ ദീർഘ സമയങ്ങൾ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് അസാധാരണമായ വിടുതലുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവിക പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കാണും. നിങ്ങൾ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുകയാണ്. കാരണം സ്വർഗത്തിലെ മർമ്മങ്ങളെ നിങ്ങൾ സംസാരിക്കുക. ഭയങ്കര വ്യത്യസ്തമായ ഒരു ദൈവിക മർമ്മമാണ് അവിടെ കിടക്കുന്നത്. അതാണ് അവർ ആരും തിരിച്ചറിയുന്നില്ലെങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവൻ എന്തോ പറയുന്നത്. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മൾ അന്യഭാഷ പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചിന്തിക്കും, ഓ ഇവന് ഭ്രാന്ത് അല്ലെങ്കിൽ പൊട്ടരാന്നൊക്കെ പറയും. പക്ഷെ ആർക്കും അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്, തിരിച്ചറിയുന്ന ഒരു ദൈവമുണ്ട്. സ്വർഗീയമായ ദൂതന്മാരെല്ലാം ഭാഷ കേൾക്കുകയാണ്. ദൂതന്മാരെല്ലാം ഭാഷ കേൾക്കുന്നുണ്ട്. അവർക്കല്ല ഈ ഭാഷ മനസ്സിലാക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും ഈ അന്യഭാഷ പറയാൻ മടിയാണ്. നമുക്ക് ആദ്യമേ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ കർത്താവേ സ്തോത്രം കർത്താവേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തുടക്കം നമ്മളെല്ലാം ആത്മാവിൽ എപ്പോഴും എന്നും ഹല്ലേലൂയ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ആത്മാവിൽ അന്യഭാഷയിൽ ഒന്ന് എഴുന്നേൽക്കണം. സ്വർഗീയ മർമ്മങ്ങൾ സംസാരിച്ചൊന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ എന്ന് നിങ്ങളൊന്ന് അതൊന്ന് ഹല്ലേലൂയ നിങ്ങളൊന്ന് ആ കാര്യങ്ങളൊന്ന് ജീവിത ശൈലിയാക്കി മാറ്റി. നിങ്ങൾ ഉറക്കം എഴുന്നേക്ക് വരുമ്പോ തന്നെ ആത്മാവിലെ എന്ന് പറഞ്ഞ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചൊന്ന് എഴുന്നേറ്റ്. കാരണം നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നവരോട് സംസാരിക്കുന്ന സ്വർഗീയ മർമ്മമാണ്, ഈ ഭൂമിയിലെ കാര്യമല്ല. ഈ ഭൂമിയിലെ ഒരു കാര്യമല്ല, സ്വർഗീയ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതാണ് പറഞ്ഞത്, നിങ്ങൾ പൂർണ്ണ സ്ഥിരത കാണിക്കണം. നിങ്ങൾ അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് പൂർണ്ണ സ്ഥിരത കാണിക്കണം. നിങ്ങൾ അസ്ഥിരരാകരുത്. അതാണ് ഹല്ലേലൂയ കൊലോസ്യർ 4:2 പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തിൽ ജാഗരിപ്പിൻ എന്ന് പറയുന്നതിന്റെ കാരണം കൊലോസ്യർ 4 ഹല്ലേലൂയ 3-4 വാക്യങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രം ചെയ്യുവിൻ, ജാഗരിപ്പിൻ, എന്നിട്ട് അവിടെ പറയുന്ന വചനത്തിന്റെ വാതിലൊക്കെ തുറന്നു കിട്ടേണ്ടതിന് അത് നല്ലവണ്ണം സംസാരിക്കപ്പെട്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അവിടെ കർത്താവ് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസന്നിധിയിലെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്തെല്ലാം അസാധാരണമായ ഡോറുകളെ കർത്താവ് നമുക്ക് മുമ്പിൽ തുറന്നു തരും. അതാണ് 1 തെസ്സലോനിക്കർ 5:17 പറയുന്നത്, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. കുറച്ചുകൂടെ ആഴമായി എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം, എന്താണ് ദൈവം നമ്മളെ കുറിച്ച് അറിയിക്കുന്നത്. ഇത് വെറുതെ ഒന്നും പറയുന്നതല്ല, ഇത് ചുമ്മാതെ പറയുന്നതല്ല, നിങ്ങളെ ഇളക്കാൻ വേണ്ടി പറയുന്നതല്ല എന്ന് പറയാൻ പറയും. ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കും. 1 തെസ്സലോനിക്കർ 5:17 ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്നതും എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അപ്പൊ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ദൈവം മാനിക്കും, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഒന്ന് ആമേൻ പറയാവോ? ദൈവസന്നിധി ഒന്ന് സ്തുതിക്കാവോ? കർത്താവേ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇതിലെ ഡിവൈസിലായിരിക്കുന്നത് പാസ്റ്റർ കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റും. പാസ്റ്റർ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാനും എല്ലാറ്റിനും ദൈവത്തിന്റെ ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തെ കടത്തി വിട്ടേച്ച് നമുക്കൊരു ജീവിതമില്ല. അതുകൊണ്ട് ഇടപെടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം ഇടപെടാതെ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവൃത്തികൾ കണ്ടാക്കുക. അതാണ് പ്രാർത്ഥനയെ കുറിച്ച് യേശുവാണ് ആദ്യം പഠിപ്പിക്കുന്നത്. 11-ാം അധ്യായത്തിൽ യേശു അസാധാരണമായ വിധവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത 18-ാം അധ്യായത്തിലും യേശു കർത്താവ് അവിടെ പ്രാർത്ഥനയെ കുറിച്ച് വളരെ 2 ഉപമകളാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാരണം രണ്ടുപേര് പ്രാർത്ഥിക്കാമെന്ന്, ഒരുവൻ
അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വന്നത്, അല്ലെങ്കിൽ ഒരുവൻ പ്രാർത്ഥിച്ചത് തന്റെ തനിയുയർത്തിയാണ്. ഒരുവൻ തന്നെ സാക്ഷിയാണ്. സാക്ഷിയായ ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പ്രാർത്ഥിച്ചു, രണ്ടുപേരും പ്രാർത്ഥിച്ചു. പക്ഷേ ഒരാളുടെ പ്രാർത്ഥനയെ ദൈവം കേട്ടു. എങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തിയുടെ തന്നെത്താൻ സാക്ഷിയ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. നമ്മളെ തന്നെ സാക്ഷിക എങ്ങനെ ദൈവത്തെ സാക്ഷി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊന്നുമല്ല, ഏതുമില്ല, ആരുമില്ല, ഞാൻ ദൈവത്തിന്റെ തൃപ്തിയാണ്, ദൈവമാണ് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണ് എന്നെ വിളിച്ചത് കൊണ്ട് ദൈവമാണ് നമ്മുടെ പ്രാർത്ഥനയിൽപ്പെട്ടു. അതാണ് 18-ാമത്തെ നമുക്ക് ശക്തമായ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 12-ാമത്തെ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ ജനത്തെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്നത്. അത് അസാധാരണമായ ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ഈ സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അടുത്തെത്തുന്നു, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന്. സ്നേഹിതൻ തന്റെ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എന്റെ പക്കൽ എനിക്ക് ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തിട്ട് കടകടപ്പിരിക്കുന്നു, പൈതങ്ങൾ എന്നെ കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്ത് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവനെ ഇല്ലെങ്കിലും അവൻ ലക്ഷ്യം കൂടാതെ കുത്തുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവിടെ പറയുന്ന ഒരു കാര്യം, ലജ്ജ കൂടാതെ കുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മനുഷ്യൻ സ്നേഹിതന്റെ അടുക്കലേക്ക് കടന്നു പോകുമ്പോൾ അവനെ അവന്റെ വീട്ടിൽ കുറച്ച് സ്നേഹിതന്മാര് അവർക്ക് ആഹാരം. പക്ഷെ അവരൊരു കാര്യം അറിയാം, എന്റെ അടുത്ത സ്നേഹിതന്റെ വീട്ടിൽ ഇവർക്ക് കഴിക്കാനുള്ളതെല്ലാം അവിടെ ഉണ്ട്. മനസ്സിലാക്കണം, എന്താ അവർ മനസ്സിലാക്കണം. ഉപമയാണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കണം. കാരണം ഈ സ്നേഹിതന് മറ്റൊരു സ്നേഹിതന്റെ വീട്ടിൽ ഇവർക്കെല്ലാം കൊടുക്കാനുള്ളതെല്ലാം അവന്റെ വീട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എന്താ മനസ്സിലാക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം നടത്തി തരാം. സ്വർഗത്തിൽ കരുതൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുക. നമ്മൾ വിശ്വസിക്കണം, അവിടെ ഉണ്ട്. അവിടെ ചെന്നാൽ, അവിടെ മുട്ടിയാൽ, അവിടെ പ്രാർത്ഥിക്കൽ എനിക്ക് സംശയിക്കരുത്. ഉണ്ടെന്ന വിശ്വാസമാണ്. ആ വീട്ടിൽ ഉണ്ടെന്ന വിശ്വാസമാണ് അവൻ ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ ആ സ്നേഹിതന്റെ അടുക്കൽ കൊണ്ടുപോയതിന്റെ അർത്ഥം അവിടെ ഇവരെ കൊടുക്കാനുള്ളതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അവനെ ആ വീട്ടിലേക്ക് അവനെ നടത്തിച്ചത്. അതുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് പോയത്. അവിടെ ചെന്ന് നിൽക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞോളാം, ഞങ്ങൾ കഥ കടത്തിരിക്കുന്ന പൈതങ്ങളോടൊപ്പം കിടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ എത്തുവരാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ അവൻ മുട്ടിക്കൊണ്ടിരിക്കും. കാരണം മുട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവിടെ അവന് കഴിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ അവന്റെ സ്നേഹിതന്മാർക്ക് കൊടുക്കാനുള്ളതെല്ലാം ആ വീട്ടിലുണ്ടെന്നാണല്ലോ. മുട്ടിയിട്ട് ഭാര്യ വഴി വെച്ച് ഇവൻ തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരികെ പോകുന്നത്. കാരണം അവൻ സ്നേഹിതനാകൊണ്ട് മുട്ടിക്കൊണ്ടിരുന്നവരെ കിട്ടുമെന്നറിയാം. അതുകൊണ്ട് അപ്പൊ പെറുപെറുത്ത് മാറിപ്പോകുന്നവരായിട്ടല്ല പ്രാർത്ഥിക്കുന്നവർ മാറേണ്ടത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസത്തോടെ, ദൈവവചനം പറയുന്നത് അതിവിശുദ്ധ വിശ്വാസത്തോടെ അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് മറുപടി നൽകിയിരിക്കും. അതിനൊരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല, അതിനൊരിക്കലും തടസ്സം ഉണ്ടാകത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ പ്രാർത്ഥനകൾ അലങ്കരിക്കും. ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആ പ്രാർത്ഥനകൾ അലങ്കരിക്കപ്പെടും. അത് എന്റെ ജീവിതത്തിൽ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഒത്തിരിയേറെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നുണ്ട്. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ പോലും, പല കാര്യങ്ങൾ പോലും അത് ദൈവത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ദിവസത്തിൽ തന്നിട്ടുണ്ട്. എന്നാൽ അത് പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള്, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് തീർക്കാൻ പറ്റാത്ത കാര്യങ്ങള് പലതും ദൈവം അത് പ്രാർത്ഥന കേട്ട് മറുപടി തന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. ഇതെങ്ങനെയാ സംഭവിച്ച്, ഇതെങ്ങനെയാ നടന്നു എന്ന് പലപ്പോഴും ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നുകൂടെ ഇന്ന് വിളിച്ചു പറയുകയാണ്. പല കഷ്ടതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പല പ്രയാസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പല ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സ്ഥിരത കാണിച്ചുകൊണ്ട്, ദൈവനെ നിന്നതുകൊണ്ട് സമയങ്ങളിൽ പല നന്മകളും തന്ന്, പല അനുഗ്രഹങ്ങളും തന്ന്, പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തു തന്ന്
ദൈവം മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വാസത്തോടെ നിങ്ങൾ നോക്കിയൊന്ന് പറയട്ടെ, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ നടത്തിയ ദൈവം, എന്നെ വഴി നടത്തിയ ദൈവം നിങ്ങളെയും വഴി നടത്തും. നിങ്ങൾക്കും അനുഗ്രഹങ്ങളും നന്മകളും തന്ന് നിങ്ങളും പ്രാർത്ഥിക്കുന്നതും തിരികെ നൽകി ദൈവം മാനിച്ചു വന്ന് പരിശുദ്ധാത്മാവാലോചന കൈമാറുകയാണ്. അതാണ് യാചിപ്പിനെ നൽകുന്നത് കിട്ടും, അന്വേഷിപ്പിനെ നൽകുന്നത് കണ്ടെത്തും, മുട്ടുവിനെ നൽകുന്നത് തുറക്കും. യാചിക്കുന്ന ഏവനെ ലഭിക്കുന്നു, അന്വേഷിക്കുന്ന കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ സ്ഥിരത കാണിച്ചാൽ, ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ദൈവമാവ് തുറക്കാൻ പോവുക. ഒരിക്കലും ഒന്നും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റത്തില്ല. നിങ്ങളുടെ കരങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്. അത് ഏതൊക്കെ നിങ്ങൾക്ക് തട്ടിപ്പറിച്ചെടുത്തോ, നിങ്ങൾക്ക് ഏതൊക്കെ മേഖലകളിൽ നഷ്ടം വന്നോ, അതെല്ലാം ദൈവമാവ് തിരികെ നൽകാൻ പോവാണ്. മാർത്തയോട് പറഞ്ഞു, മാർത്ത നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുന്നു, എന്നാൽ മറിയം നല്ല അംശം തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇവളിൽ നിന്ന് ആരും ഒന്നും അപഹരിക്കത്തില്ല. എന്നാണ് നല്ല ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുക. അവൾ എന്റെ പാദപീഠത്തിൽ ഇരുന്നത് കൊണ്ട് അവളോടുള്ള ഒരു ആലോചനയായിരുന്നു. ആത്മാവിൽ ഞാൻ ഈ വാക്ക് പ്രവചിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ആരും ഒന്നും അപകരിക്കാതെ കൊണ്ട്, ദൈവത്തിന്റെ പാദപീഠത്തിൽ സമയം ഓർത്തിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടുക. അതുകൊണ്ടാണ് ആലോചനയുണ്ട്, നിന്നിൽ നിന്ന് ആരും ഒന്നും അപകരിക്കത്തില്ല. എന്നാൽ കുറച്ച് നാളത്തേക്ക് ലാസറിനെ അപകരിച്ചു. പക്ഷേ ആ കൂട്ടിന്റെ മറുപടി വന്നല്ലോ, ആ കൂടിന്റെ മറുപടി 4-ാം ദിവസം മാറ്റം വെച്ചപ്പോൾ കർത്താവ് വരിക. കാരണം മറിയോട് പറഞ്ഞൊരു ആലോചനയുണ്ട്. എന്താണ് ആലോചന? നിന്നിൽ നിന്ന് ആരും ഒന്നും അപകരിക്കത്തില്ല. ആലോചന 4-ാം ദിവസം മാറ്റം വെച്ച് ആർക്കും അടുത്തു പോകാൻ കഴിയാതെ വണ്ണം മാറ്റം വെച്ചിട്ടും യേശു വന്നിട്ട് പറഞ്ഞു കല്ലുരുട്ടി മാറ്റാൻ. കാരണം ഞാൻ പറഞ്ഞൊരു ആലോചനയുണ്ട്, ഞാൻ പറഞ്ഞൊരു ആലോചനയുണ്ട്. ഞാൻ മറിയയ്ക്ക് കൊടുത്തൊരു പ്രവചിക്ക് വേർഡുണ്ട്. എന്താ വേർഡ്? ഇവരിൽ നിന്ന് ആരും ഒന്നും അപകരിക്കത്തില്ല. അത് ലാസെന്ന തിരിച്ചു കൊണ്ടുപോകട്ടെ. പിശാചില്ല, പക്ഷെ നടക്കത്തില്ല കേട്ടോ. പിശാചിസ് എത്രയൊക്കെ ശ്രമിച്ചാൽ നടക്കത്തില്ല. എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവന്, നിങ്ങളെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി, നിങ്ങളുടെ കുടുംബ ജീവിതത്തെ നോക്കി, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ നോക്കി, പിശാച് എത്രയൊക്കെ വെല്ലുവിളിച്ചാലും അതൊന്നും നടക്കത്തില്ല. ദൈവത്തിന്റെ കരം നിങ്ങളോട് നിങ്ങളോട് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ ദൈവം കൈമാറിയിട്ടുണ്ടോ, എന്തൊക്കെ അരുളപ്പാടുകൾ ദൈവമാവ് കൈമാറിയിട്ടുണ്ടോ, അതെല്ലാം നിങ്ങളുടെ ലൈഫിനകത്ത് നിറവേറപ്പെടും. വിളിച്ചു പറയാം, നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം നിറവേറപ്പെടും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടികൾ തമ്മിൽ ബുക്കിലൊക്കെ എഴുതി വെച്ച്, പേപ്പറിലൊക്കെ എഴുതി വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമൊക്കെ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു. ആ കൈവച്ച് എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് അകത്തല്ല ദൈവാത്മാവ് മറുപടി നൽകും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എഴുതി വെച്ച് കൈവച്ചൊരു പ്രാർത്ഥനയുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ലോൺ ഉണ്ടായിരുന്നു. 1.5 ലക്ഷം രൂപയ്ക്കധികം ഉള്ള ഒരു ലോൺ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. കൈവച്ച് ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. വിറ്റ് കിടക്കുമ്പോൾ എന്റെ സ്തോത്രം പറയുക, വീട്ടിലെതിരായി സ്തോത്രം കൊണ്ട് കാരണം 1.5 ലക്ഷം അതിന് അതിന്റെ പലിശ എത്രയോ ഉണ്ടാവാം. വിവാഹ സമയത്ത് ലോണാണ്. അതിനുശേഷം ഒക്കെ അത് രോഗം കുറ്റപ്പെട്ടിട്ട് അതിനുശേഷം അങ്ങനെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല, അടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു വാക്ക് അറിയാമോ, ആ ലോണ് അത് എഴുതി കണ്ടു എത്ര വരാനേ പറയും നടക്കത്തില്ലെന്ന് പറഞ്ഞ് ആ ലോണ് ദൈവാത്മാവ് എഴുതല്ലേ പ്രാർത്ഥിക്കുന്നതിന് ശക്തിയുണ്ട്. ഒരു ഗോത്രമെങ്കിൽ ആ വാക്കിന് തൊട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശക്തിയുണ്ട്. കാരണം പലിശയമാണ്.
ഇതൊന്നും നടക്കത്തില്ല. കാരണം ആരും ഞാൻ പലർക്കും തിരക്കിയിട്ടുണ്ട്, പലരും അങ്ങനെ അപേക്ഷ കൊടുത്തവരുണ്ട്, പക്ഷെ അവർക്കാർക്കും അങ്ങനെ എഴുതി തള്ളിയിട്ടില്ല. പക്ഷെ ഹാലലൂയ നമ്മുടെ ജീവിതത്തെ കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ഒരു നടത്തൽ ചെയ്യുക. കർത്താവിനെ പലരും കർത്താവിനെ എങ്ങനെ അടച്ചു വരുന്നത് നമുക്കൊന്നും കഴിവില്ലല്ലോ. ഹാലലൂയ. കാരണം ഹാലലൂയ അന്നത്തെ പറഞ്ഞ ദൈവം അസാധാരണമായ വളർച്ചയില്ല. അതുകൊണ്ടാണ് ആ ഉറപ്പില്ല ഞാൻ പറയുന്നത്. ഇത് നടന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ള കാര്യമാണ്. ഒരാഴ്ചയായിട്ട് ഞാൻ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഇതിനകത്തിരുന്ന് നിങ്ങൾ ബുക്കിൽ പ്രാർത്ഥന ഡയറിയിൽ എഴുതി വെച്ച് നിങ്ങൾ കൈവെച്ച് സ്തോത്രം പറയുന്നവരല്ല. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പറയുന്നവരല്ല. എന്നെ സംബന്ധിച്ച് ഇവിടെ തീർക്കാൻ പോവാണ്. അതിനുവേണ്ടി സമയം എടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ലൈഫിനകത്ത് എല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളെടുക്കുക. ആർക്കും ഒന്നും തക്കാൻ പറ്റത്തില്ല. ശത്രുവിന് നിങ്ങളെ തന്നെ തടയാൻ പറ്റത്തില്ല. ശത്രുവിന് നിങ്ങളെ തലമുറകളെ തടയാൻ പറ്റത്തില്ല. അവിടെ വിദ്യാഭ്യാസം തടയാൻ പറ്റത്തില്ല. അവിടെ ആത്മീയ മേഖലയെ തടയാൻ പറ്റത്തില്ല. അവിടെ ദൈവത്തിന്റെ അടുപ്പത്തിന് തടയാൻ പറ്റത്തില്ല. ഈ ദിവസം കടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് മേരിക്കുട്ടി എന്ന് പറയുന്ന അന്യയുടെ ഡിവൈസിനെ ഓർക്കണമെങ്കിൽ വലിയ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിനകത്ത് ദൈവം ആവശ്യമാണ്. ആത്മീകമായി ഗ്രഹിക്കണം. ദൈവത്തിന്റെ കരം അനുഗ്രഹമായി വെളിപ്പെടണം. പരിശുദ്ധനെ ഒരു വലിയ കുടുംബത്തിന് ദൈവത്തിന്റെ വിശേഷങ്ങളൊന്നും അസാധ്യമല്ലെന്ന് അറിയുകയാണ് അവരുടെ മുമ്പിൽ ആരും അസാധ്യമായി ഇരിക്കുന്നവരില്ല. സാധ്യമാക്കി കൽപ്പിക്കണം. ഇപ്പോൾ തന്നെ ആ കുടുംബത്തിന്റെ മേൽ സാധാരണമായി കുടുംബത്തിന്റെ മേൽ അസാധാരണമായി കർത്താവ് ആത്മീക മേഖലകൾ തകർത്തല്ല അസാധാരണമായി കർത്താവ് വിളിക്കണം. കർത്താവിന് വേണ്ടി അസാധാരണമായി പ്രയോജനപ്പെടും. കർത്താവിന് വേണ്ടി അസാധാരണമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് ഈ തലമുറ ഈ കാലഘട്ടത്തിലൊക്കെ കർത്താവിനെ വേണ്ടി പേരെ നേടിയെടുക്കുക. കർത്താവിന് വേണ്ടി അനേകം പേരെ കർത്താവ് ഗോർദിച്ചു നിർത്തുവാൻ, അനേകം പേരെ കരം പിടിക്കുവാൻ, വലിച്ചെടുക്കാൻ ശക്തത സകല ആവശ്യമുണ്ട്. സകല മേഖലകളുണ്ട്. കർത്താവിന്റെ ഫലം വെളിപ്പെടുത്തുന്നത് അനേകം പേരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകം പേരെ ദൈവസന്നിധിയിലെ വിശ്വസ്തയോടെ നിർത്താൻ കൈമാറുന്നു. നാളുകളിൽ അധ്വാനിക്കുന്നതിന്റെയും പ്രയത്നത്തിന്റെയും ഫലം നാളുകളായി മാറ്റത്തെ പരിഹാരം കൽപ്പിച്ചിട്ടുണ്ട്. അത് കുടുംബത്തിൽ നിവർത്തിയാകെ തന്നെ ചെയ്യും. അങ്ങനെ തന്നെ ചെയ്യുന്നതിനായി പ്രതീക്ഷിക്കുമെന്നാണ് തന്നെ എന്ന് പറയുന്ന ജീവിതത്തിൽ ആ വ്യക്തി 38 വർഷം അവിടെ കിടക്കുകയായിരുന്നു. 38-ാം വർഷം 7 വർഷത്തിന് നിനക്ക് സൗഖ്യമാകാം മനസ്സുണ്ടോ? അല്ലെങ്കിൽ എന്ത് ചോദിച്ചു എനിക്ക് സൗഖ്യമാകാം മനസ്സുണ്ട്. ജീവൻ സ്വപ്നം കലർത്തുമ്പോ ഞാൻ അവിടെ പോകും, പക്ഷേ എന്നെ എതിർത്തിടാൻ ആരുമില്ല. ദൈവം അനുഗ്രഹിക്കണം. ദൈവം തേടി വന്ന് തേടിയാൽ പിടിക്കുക. അവൻ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ ഭരം കൂടെ ഇരിക്കണം. അസാധാരണമായ ദൈവിക വാക്തത്വങ്ങളെ കർത്താവ് കുടുംബത്തിന്റെ മേലെ റിലീസ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ മേൽ റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ വചനത്തിന്റെ ശക്തി അവിടെ റിലീസാകട്ടെ. കുറെ ആണ്ടുകൾ കഴിഞ്ഞാലും അപ്പം നടക്കപ്പില്ലെന്നും വിഷാദ വിധി എഴുതിയ മേഖലകൾ നടക്കില്ല.
ദൈവത്തിന്റെ കരം അനുകൂലമായി വെളിപ്പെടട്ടെ. കർത്താവേ പ്രാർത്ഥനയുടെ അഭിഷേകം ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ അഭിഷേകം കർത്താവ് ചെയ്യട്ടെ. പ്രാർത്ഥനയുടെ ഫലം കർത്താവ് വെളിപ്പെടട്ടെ. അസാധാരണമായ ദൈവപ്രവൃത്തികൾ കൊണ്ട് കർത്താവ് അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശ ദൈവതലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലാഭനം ബലം ബലാധികത്തനം ബലാധികതയാന്തത സമാനകരതയാൻ ബലാടനകരതയാന്തത ലാഭ്യതേരിയ അർത്ഥം ദേശത്തേരിയാൻ ബലാധികതയ ദൈവ കുടുംബത്തിൽ വലിയ കർത്താവ് കുടുംബത്തിന് ഓപ്പൺ ആകട്ടെ. പുതിയ വഴികൾ കുടുംബത്തിന് മേൽ ഓപ്പൺ ആക്കി പ്രാർത്ഥിക്കുകയാണ്. അവിടെ മുമ്പിൽ വാങ്ങുകളറിയാതെ മക്കൾ തുറന്നിരിക്കേണ്ടതിന് ദൈവത്തിന്റെ കരമഹാലിൽ കുടുംബത്തെ കുടിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നാമത്തിലെ പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായിരിക്കട്ടെ. ഡോറുകൾ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യം വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. അവർ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് അവർ ദൈവം വേഗത്തിൽ മറുപടി നമ്മൾ വേഗത്തിൽ മറുപടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് അവർ ദൈവം വേഗത്തിൽ മറുപടി അവൻ ഗ്രഹിക്കാൻ പോവാം. സാധാരണ അഭിഷിക്കട്ടെ. അഞ്ചു പ്രാർത്ഥിക്കാൻ അഭിഷേകം വെളിപ്പെടട്ടെ. ശക്തമായ ദൈവപ്രവൃത്തികളെ കുടുംബത്തിനകത്ത് കർത്താവ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് മക്കൾ കർത്താവ് കൊച്ചുമക്കളില്ല കർത്താവ് മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിലും കുടുംബത്തിനകത്ത് അപ്രധാനമായ ദൈവപ്രവൃത്തികൾ അലങ്കരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനും കർത്താവ് അതിൽ ദൈവത്തിൽ വെച്ചിരിക്കുന്ന വലിയ വിഷയങ്ങൾ ഓപ്പണിങ്ങൾ രാജ്യങ്ങളുടെ ഓപ്പൺ വലിയ വ്യക്തികളെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നമ്മളെ മടക്കി